സർക്കാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകേണ്ടെന്ന നിലപാടിൽ ഉറച്ചു ഗവർണർ. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഗവർണറുടെ വിമർശനം മനഃപൂർവ്വമല്ല എന്നാണ് രാജ്ഭവൻ അറിയിക്കുന്നത്. ദുരന്ത സമയത്ത് ഏകോപനം നന്നായിരുന്നെങ്കിലും പുനരധിവാസം കാര്യക്ഷമമായില്ലെന്ന് പറയാനാണ് ശ്രമിച്ചതെന്നും അനൌദ്യോഗികമായി വിശദീകരിക്കുന്നു. റഹീസ് റഷീദുണ്ട്. റഹീസ്, വയനാടിലെ വിഷയത്തിൽ ഏതായാലും സർക്കാരിനെതിരെയല്ല ഗവർണറുടെ നിലപാട് എന്നാണോ ഇപ്പോൾ രാജ്ഭവൻ വിശദീകരിക്കുന്നത്? വിനിത, രാജ്ഭവൻ വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇന്നലെ ഗവർണർ പറഞ്ഞ പരാമർശം, അതായത് വയനാട് ദുരന്തത്തിന് ശേഷം നല്ലൊരു ലീഡർഷിപ്പിന്റെ അഭാവമുണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ പുനരധിവാസ പ്രവർത്തനം കൃത്യമായി നടന്നില്ല എന്ന വിമർശനം ഇന്നലെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉന്നയിച്ചിരുന്നു. വീണ്ടും സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് രാജ്ഭവൻ പോവുകയാണോ എന്ന സംശയം ഇത് ഉയർത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് രാജ്ഭവൻ വൃത്തങ്ങളുമായി നമ്മൾ സംസാരിച്ചത്. അപ്പോഴാണ് പറഞ്ഞത്, ഒരു തരത്തിലും സർക്കാരുമായി ഏറ്റുമുട്ടലിന് പോകാൻ രാജ്ഭവൻ നിലവിലെ അവസ്ഥയിൽ തയ്യാറല്ല, അത് മുഖ്യമന്ത്രിയുമായി പറഞ്ഞ് കാര്യങ്ങൾ ഏതാണ്ട് അവസാനിപ്പിച്ചതാണ്. ഇന്നലെ വിമർശനം നടത്തിയത് അവിടെ സാന്ദർഭികവശാൽ സംഭവിച്ച കാര്യമാണ്. കാരണം ഇന്നലെ ഗവർണർ സംസാരിക്കുന്നതിന് മുമ്പ് എയർ മാർഷൽ അവിടെ എയർ മാർഷൽ സംസ്ഥാനത്തെ ലീഡർഷിപ്പ് വയനാട് ചൂരൽമല ദുരന്തത്തെ എങ്ങനെ നേരിട്ടു എന്നതൊക്കെ വളരെ പോസിറ്റീവായി അദ്ദേഹം സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഗവർണർ സംസാരിക്കാൻ വന്നത്. നേരത്തെ എഴുതി തയ്യാറാക്കിയ പ്രസംഗം ഒന്നുമല്ലായിരുന്നു താനും. എയർ മാർഷൽ പറഞ്ഞതിനോട് യോജിച്ചും വിയോജിച്ചുമാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് വയനാട് ദുരന്തമുണ്ടായ സമയത്ത് നല്ല പ്രവർത്തനം അവിടെ സർക്കാരും മറ്റും നടത്തി, നല്ല ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു, നല്ല പ്രവർത്തനം നടത്തി. പക്ഷേ അതിനുശേഷം പുനരധിവാസ പ്രവർത്തനം നടത്തുന്ന കാര്യത്തിൽ വലിയ വീഴ്ച സംഭവിച്ചു, അതിലൊരു ലീഡർഷിപ്പിന്റെ കുറവുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അവിടുത്തെ ആ സന്ദർഭത്തിനനുസരിച്ച് തൊട്ടു മുമ്പ് ആൾ സംസാരിച്ചതിന്റെ ഒരു കണ്ടിന്യൂറ്റി തുടർച്ചയെന്നോണം പറഞ്ഞു എന്നാണ് ഇപ്പോൾ രാജ്ഭവൻ വിശദീകരിക്കുന്നത്. റഹീസാണ് വിവരങ്ങൾ നൽകിയത്.